ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ ഇന്ന് രാത്രിയിലത്തെ എപ്പിസോഡൊന്ന് നോക്കിയാലോ? ഉണ്ടാവും പോണ എപ്പിസോഡ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വർഷം എല്ലാവരെയും കൊണ്ടുപോയിട്ട് ശ്രീകാന്തിനെ കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് എന്നിട്ട് ആദ്യം ശ്രുതിയുടെ അടുത്ത് ചോദിക്കാനായിട്ട് ശ്രുതി ചേട്ടനെ എന്നാ കണ്ടേന്ന് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ കുറച്ച് ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, കണ്ടത് ഫെബ്രുവരി 12-നായിരുന്നു. ശ്രുതി ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളറും പിന്നെ ശ്രുതിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് കണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടാ ചോദിക്കുന്നുണ്ട് വർഷ നമ്മുടെ ശ്രീകാന്തിനോട്, എനിക്ക് മാത്രം ഇങ്ങനെ ഒരുത്തനെ കിട്ടിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് ദൈവം ഇന്ന് എൻ്റെ കാര്യം കഷ്ടമാണെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് പോയി. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, ആരോടോ ജോലിയുടെ കാര്യമൊക്കെ പറയാം. ഞാൻ ഇവിടെ നിന്ന് തന്നെ നല്ല ജോലിക്ക് കയറും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വിളിച്ചപ്പോൾ ശ്രുതി ഞെട്ടിപ്പോയിട്ടാ. എന്താടാ മനുഷ്യൻ ഞെട്ടിക്കണോ? ഫോണിപ്പോൾ താഴെ പോയേനെ. എന്താ ചോദിക്കുക. അപ്പോൾ പറയും, ചേച്ചീനെ ആദ്യമായിട്ട് എന്താ കണ്ടേന്ന് ഓർമ്മയുണ്ടോ ചോദിക്കൂട്ടാ. ആദ്യമായിട്ട് കണ്ടത് എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് ബാക്കിൽ നിന്നിട്ട് കാണിക്കുന്നുണ്ട്. പറയല്ലേ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ പോട്ടെ, ശ്രുതിക്ക് അത് മനസ്സിലായിട്ടില്ല. ശ്രുതി പറയും, എന്താടാ നീ ബാക്കിൽ നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് എവിടേക്ക് പോകാമെന്ന്. അപ്പോൾ വർഷം തിരിഞ്ഞു നോക്കി അത് കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഞാൻ കണ്ടത് അവൾ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ അവൾ ഇട്ടിരിക്കുന്നത് ഒരു പിങ്ക് കളർ ചുരിദാറായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, നിറച്ച് പൂക്കളൊക്കെ ഉള്ളതെന്ന്. അപ്പോൾ നമ്മുടെ വർഷ കണ്ടു എന്ന് പറഞ്ഞിട്ട് വലിച്ചു കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ട് അവരങ്ങനെ ഓടി അങ്ങനെ പോണ സമയത്ത് നോക്കിയപ്പോൾ നമ്മുടെ അമ്മയും അച്ഛനും ഭയങ്കര ചന്ദ്രമതി എന്ന് ഭയങ്കര റൊമാൻറ്റിക്കിലായിരിക്കണേ. ചായ ഇങ്ങനെ ആറ്റി കൊടുത്തോണ്ടിരിക്കുക. രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട്. ചായ ആറ്റുന്നതൊന്നും അറിയണേ ഇല്ല കേട്ടോ. ഭയങ്കര രസത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ടുപേരും, ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ പറയണൊക്കെ ഉണ്ടായിരുന്നു, ചന്ദ്രസുന്ദരിയാണ് അന്നത്തെ പോലെ തന്നെ എന്നൊക്കെ പറയും, കുറച്ച് തടി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര നാണമൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചായ ആറ്റി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ കണ്ടത്. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ അനുഭവത്തിൽ നിന്നു കേട്ടാ. എന്നിട്ട് മിണ്ടാണ്ട് കണ്ട അവരുടെ ഇത് കണ്ട ഈ സമയത്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വർഷം മിണ്ടാതെ വായും പൊത്തിയിട്ട് ശ്രീകാന്തിനെ വിളിച്ചു കൊണ്ടുപോയിട്ട് അകത്ത് കയറ്റിയിട്ട് ചീത്ത പറയുന്നുണ്ട്. എനിക്ക് മാത്രം ഒന്നും ഓർമ്മയില്ലാത്തുള്ളൂ, എല്ലാവർക്കും ഓർമ്മയുണ്ട്, നിനക്ക് ഞാൻ ഇതിന് പണിഷ്മെൻറ്റ് തരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് പണിഷ്മെൻറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടുവിടണം എന്ന് പറഞ്ഞു. അതാണ് പണിഷ്മെൻറ്റ്. അപ്പോൾ അതിനിപ്പോൾ എന്തൊന്നും കൊണ്ടുവിടാലോ, ബൈക്കിൽ കൊണ്ടുപോകണതല്ലേ. ബൈക്ക് എടുത്തിട്ടല്ല, സൈക്കിളിൽ കൊണ്ടുപോകണം. സൈക്കിളിലോ എന്ന് ചോദിക്കേണ്ടി കേട്ടോ. ഇന്ന് എൻ്റെ കഥ തീർന്നു തന്നെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി വലിയ സന്തോഷത്തിൽ സ്റ്റാൻഡിൽ ചെന്നിട്ട് ഇറങ്ങി, ഇവിടെ ടാക്സിയിൽ അവിടെ ചെന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. സ്റ്റാൻഡിൽ നോക്കിയപ്പോൾ അവിടെ നോക്കിയപ്പോൾ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവർക്കും ഒരു വിഷമം, എന്തേ ഓട്ടമൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുത്തൻ പറയുന്നുണ്ട്, അല്ല പിന്നെ ഞങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളണോ, ഡാൻസ് കളിക്കണോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താടാ നീയാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹേഷ് മിണ്ടാതിരിക്കടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താടാ മഹേഷ് എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ആൻ്റണി നിന്നോടുള്ള ദേഷ്യം ഞങ്ങളോടാണ് തീർക്കണത്. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, 2 ദിവസത്തിൻ്റെ ഉള്ളിൽ മുതലും പലിശ ഒരുമിച്ച് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കണേ, ഇല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി കൊണ്ടുപോകുന്നു പറയും. വണ്ടി എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, നിങ്ങൾ കൃത്യമായിട്ട് പലിശ കൊടുക്കണതല്ലേ ചോദിക്കേണ്ട കേട്ടോ സച്ചി. അപ്പോൾ പറയുന്നുണ്ട്, അത് അവൻ ബാങ്കൊന്നല്ലല്ലോ നടത്തണേ, അവൻ്റെ ഞങ്ങൾക്ക് ഇത് പൈസ തരുമ്പോൾ ഞങ്ങൾക്ക് കുറേ പേപ്പേഴ്സൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കിയിട്ടൊന്നല്ല ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിരിക്കണത് എന്ന് പറയട്ടെ. ഇതാണ് പ്രശ്നം, അങ്ങോട്ട് കണ്ടതിലൊക്കെ ഒന്ന് ഒപ്പിട്ട് കൊടുക്കുമെന്ന് വായിക്കുക കൂടി ചെയ്യാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ആൾ വന്നിട്ട് പറയുന്നുണ്ട്, നീയാണ് ഇതിനൊക്കെ കാരണം എന്നുകൊണ്ട് സച്ചിൻ്റെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മഹേഷ് ചോദിക്കുന്നുണ്ട്, അവൻ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ മറന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇവൻ നല്ലവനാണ്, സച്ചി നല്ല മനസ്സുള്ളവനാണ്, നമുക്ക് എന്ത് പ്രശ്നം വന്നാലും മുമ്പിൽ നിൽക്കുമെന്ന് അറിയാം, പക്ഷേ ഇപ്പോൾ അവൻ ചെയ്തത് വിഡ്ഢിത്തരായി പോയി, അത് കാരണമല്ലേ നമുക്കിപ്പോൾ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഇനി മതിയായിട്ടില്ലേ ആൻ്റണിക്ക്, അവനെ തല്ലില്ല, കൈയും കാലും തല്ലി ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. നിനക്ക് ഈ ഒരു ചിന്തയുള്ളൂ, ഇതാണ് എല്ലാത്തിനും പ്രശ്നം, നിനക്ക് തല്ലണം കൊല്ലണം കൈയൊടിക്കണം ഈ കാലൊടിക്കണം എന്നുള്ള ചിന്തയുള്ളൂ, അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ദേഷ്യം വന്നിട്ടൊരു പോക്ക് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആൻ്റണിയുടെ ഓഫീസിലെത്തിയപ്പോൾ അവരിങ്ങനെ പലിശയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സച്ചിനെ കണ്ടു കേട്ടോ. സച്ചി ഇരിക്കേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സച്ചിയോടെ വന്നിരുന്നു, ദേഷ്യം കടിച്ചു പിടിച്ചിട്ടാണ് സച്ചി ഇരിക്കണത്. അതിൻ്റെ ഇടയ്ക്ക് ആൻ്റണി പറയുന്നുണ്ട്, അതെ നീ നല്ല മനസ്സുള്ളവനാ, നിനക്ക് സ്വന്തം കാര്യം പ്രശ്നങ്ങൾ വന്നാൽ നീ വേണമെങ്കിൽ സഹിക്കും, പക്ഷെ മറ്റുള്ളവർക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിനക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, നിനക്ക് എവിടെ അടിച്ചാലോ കൂടുതൽ നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള പ്രശ്നം നമ്മൾ തമ്മിൽ തീർത്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീയാണെങ്കിൽ അതിനെ കൂടെ കൂട്ടി നശിപ്പിക്കുകയാണ്, അവനെ തെറ്റിലേക്ക് നയിപ്പിക്കുകയാണ്, അവനെ നീ കള്ളനാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മേലെ അവനെ കൂടെ കൂട്ടിയേക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ശരത്തിനെ
കൂടെ കൂട്ടും, എന്നും കൂട്ടും. അവനെ ഞാൻ ജോലി കൊടുത്തതാണ്, നല്ല നല്ല ശമ്പളവും കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ അമ്മയുടെ നിന്ന് പൈസ മോഷ്ടിക്കാൻ നീ അവനെ ഇതാക്കി നൽകിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാനൊന്നല്ല, അത് അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാ പറയും. അതാണ് നീ എല്ലാം അവനെ കൊണ്ട് ചെയ്യിക്കും, എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്താന്ന് പറഞ്ഞിട്ട് അവനെ തള്ളും ചെയ്യും എന്ന് പറയട്ടെ. അപ്പോൾ സച്ചി പറയേണ്ടത്, എന്നിട്ട് നീ എൻ്റെ അടിയിൽ ചൂടറിഞ്ഞിട്ടില്ല, അന്ന് നീ വെറും സാമ്പിൾ മാത്രമേ കൊണ്ടിട്ടുള്ളൂ, ഇതൊന്നല്ല നിനക്ക് കിട്ടാൻ പോണത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പറയുന്നുണ്ട്, ശരത്തിൻ്റെ കാര്യത്തിൽ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല, നിനക്ക് വേണമെങ്കിൽ ഇവിടെ വന്നേ, നീ ഇവിടെ വന്നതല്ലേ, അപ്പോൾ നിനക്ക് വേണമെങ്കിൽ ഒരു ഇത് ഞാൻ വെക്കാം. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നോക്കി നിൽക്കുമ്പോഴാണ് അന്ന് നീ സ്റ്റാൻഡിൽ വെച്ചിട്ട് എന്നെ തല്ലിയത്. അപ്പോൾ എൻ്റെ വില പോയി അവിടെ, എന്നുള്ള പേടിയായിരുന്നു ആൾക്കാർക്ക് എൻ്റെ ബിസിനസ്സിൻ്റെ വിജയം. അപ്പോൾ നീ അത് കളഞ്ഞു. അപ്പോൾ ഇനി അതെനിക്ക് നല്ല ക്ഷീണമായി. അപ്പോൾ അതിന് ബദലായിട്ട് നാളെ ഞാൻ സ്റ്റാൻഡിൽ വരും. അപ്പോൾ നീ എൻ്റെ കാല് പിടിച്ചിട്ട് മാപ്പ് പറയണം. അപ്പോൾ ഞാൻ നിൻ്റെ കൂട്ടുകാരനൊക്കെ വെറുതെ വിടാം, അവരും പലിശക്ക് മുതലൊക്കെ ഇഷ്ടമുള്ളപ്പോൾ തന്നാൽ മതി, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നാളെ കറക്റ്റ് ഞാൻ 12 മണിയാകുമ്പോൾ ഞാൻ വരും. അപ്പോൾ ആ സമയത്ത് നീ ഇതനുസരിക്കണം. സച്ചിക്കാണ്ട് ദേഷ്യം വന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മറ്റുള്ള 2 പേർക്കും ഒരു ചിരി, പൂച്ചച്ചിരി, 2 പേരും കൂടി ഉണ്ടല്ലോ ഓഫീസിൽ. അപ്പോൾ അവരെങ്ങനെ നോക്കിയിട്ട് സച്ചി നോക്കുമ്പോൾ സച്ചി ദേഷ്യം വന്നൊന്നും മിണ്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നാളെ എന്തായാലും വരും, അപ്പോൾ കാണുക മാത്രമല്ല എൻ്റെ കാലും പിടിക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. സച്ചി അവിടെ നിന്ന് ഒന്ന് നോക്കി, എന്നിട്ട് ഇങ്ങനെ തള്ളി തുറന്നിട്ട് അങ്ങനെ അങ്ങോട്ട് പോന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി സൈക്കിളും ചവിട്ടി ഇങ്ങനെ പോകുന്നുണ്ട്. സൈക്കിൾ ചവിട്ടി ശ്രീകാന്തിന് നീങ്ങണില്ല കേട്ടോ. അപ്പോൾ വർഷയോട് പറയുന്നുണ്ട്, അതേ നീ എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നത് കുറച്ച് കുറയ്ക്കണം, അതെന്ത് ചോദിക്കുന്നുണ്ട്, വെയിറ്റ് കൂടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നത്, ഇതേ ബോഡി ഷേമിങ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ സ്ലിമ്മാണ് എന്ന് പറഞ്ഞാൽ, നീ സ്ലിമ്മാണ്, നീ മാത്രമേ പറയുള്ളൂ, ഞാനും പറയില്ല, കാണുന്നവരും പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വെയിറ്റായിട്ട് എനിക്ക് ചവിട്ടാൻ പറ്റണില്ല, ടച്ചൊക്കെ വിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വർഷം അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അയ്യേ നാട്ടുകാർ കാണും, ആൾക്കാർ കണ്ട് എന്ത് വിചാരിക്കുന്നു, വിട്ടേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിനല്ലേ കെട്ടിപ്പിടിച്ചിരിക്കണം, അതിനിപ്പോൾ എന്തിനാ ഞാൻ നാണിക്കണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചേ ദിവസം ഒരു വർഷം വരേണ്ട, അവിടെ ഇറങ്ങുക, നിർത്ത്, വണ്ടി നിർത്ത്, സൈക്കിൾ നിർത്തുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിർത്തി. എന്നിട്ട് പറയണേ, ഞാൻ ചവിട്ടാന്ന്. ബെസ്റ്റ്, നിന്നെ വെച്ചിട്ട് എനിക്ക് തന്നെ ചവിട്ടാൻ പറ്റും, നീ എങ്ങനെ എന്നെ വെച്ച് ചവിട്ടും എന്ന് പറയും. അതൊക്കെ ഞാൻ കാണിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് വർഷം ചവിട്ടി ഈസി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അയ്യാ നീ നല്ല സ്പീഡിൽ ചവിടുന്നുണ്ടല്ലോ എന്നൊക്കെ. പിന്നെ എന്താ വിചാരിച്ച എന്നെ കുറിച്ചിട്ട്, ഞാൻ ശ്രീകാന്തല്ലേ, അത് വർഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അവരങ്ങനെ പോകണത് വർഷയുടെ അമ്മയച്ഛനും കണ്ടു. അപ്പോൾ അവരെ കണ്ടിട്ടില്ല. അപ്പം അച്ഛനും അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് കാറിൽ ഇറങ്ങി. കണ്ടാ അവൾ പോകണുണ്ട്, അവൾക്ക് എന്താ ഇപ്പോൾ സൈക്കിളിൽ പോകേണ്ട ആവശ്യം, ഇവൾ ആഡംബര കാറിൽ പോകേണ്ട പെണ്ണാണ്, എന്നിട്ട് പോണ് കണ്ടില്ലേ. പാചകക്കാരനൊക്കെ കല്യാണം കഴിച്ച് ഇങ്ങനെ ഇരിക്കും, അവൻ്റെ വണ്ടിയൊക്കെ ചിലപ്പോൾ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും, ബൈക്കൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ടോ, അതാവും ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീയല്ലേ പറഞ്ഞു, എന്നിട്ട് അമ്മോട് പറയുന്നുണ്ട്, നീയല്ലേ പറഞ്ഞ് 2 പേര് അധികം വൈകാതെ വീട്ടിലെത്തിക്കുന്നു, എന്നിട്ട് എന്തുണ്ടായത്, ഒന്നും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, അവൻ എന്തെന്നാലും എന്തെങ്ങനെ വന്നത്, അവൻ നന്നായി കെയർ ചെയ്യുന്ന കുട്ടിയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടാ. പിന്നെ കെയറിങ് ഒന്നും പറയണ്ട, കുറച്ച് കഴിഞ്ഞ് 2 കൂടി നടന്നു പോണ് കാണാം എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛൻ. എന്തായാലും ഞാൻ ഇനി അവർ വീട്ടിലെത്തിക്കാനുള്ള വഴി ഉടനെ ഞാൻ ചെയ്തോളാം, ഞാൻ പണി തുടങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് അമ്മയച്ഛനും അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ രാത്രി നോക്കിയപ്പോൾ നമ്മുടെ സച്ചിയും ഒരു പായം തലോണി എടുത്തിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ രേവതിയും എൻ്റെ പായം ചുട്ടിട്ട് കേട്ടോ. രേവതി ഹോളിൽ ഇങ്ങനെ വിരിച്ച് കിടന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കലിച്ച നോട്ടം നോക്കി 2 പേരും ഒന്നും മിണ്ടിയിട്ടില്ല. അങ്ങനെ പോകുന്നുണ്ട്. സച്ചി മുകളിൽ കയറിയിട്ട് ആലോചിക്കുകയാണ്. രേവതി അവിടെ അങ്ങനെ കിടന്നുറങ്ങി. അവർ സച്ചി മുകളിൽ ഉറക്കല്ലാണ് നടക്കുന്നത്. എന്നിട്ട് ആലോചിക്കുന്നുണ്ട്, ശരത്താണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും രേവതി പ്രതികരിക്കുക എന്നൊക്കെ ചോദിച്ച് ആകെ വിഷമിച്ച് നടക്കേണ്ട സച്ചിട്ടാ. എന്തായാലും എനിക്കിനി ഇത് മൂടി വയ്ക്കാൻ വയ്യ, എന്തായാലും രേവതിയോട് സത്യം പറഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തിലാണ് ഇന്നത്തെ ചെമ്മനീർ പൂവ് അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.